പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പിൽ ഏമ കമ്മിറ്റി എന്നൊരു വാക്കുപോലുമില്ല. അതിന് പകരം പറഞ്ഞിരിക്കുന്നത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വനിതകൾ ഈ സമീപകാലത്ത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ചില അഭിമുഖങ്ങളും പ്രസ്താവനകളും നടത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംഘം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഈ അന്വേഷണത്തിലില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആധികാരികമായി ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയും അത് സംബന്ധിച്ച പെൻഡ്രൈവും തെളിവുകളായി വാട്സപ്പ് മെസ്സേജും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട്. സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ മുൻപാകെ ഇരകൾ കൊടുത്ത മൊഴിയെക്കുറിച്ച് ഒരു കാരണവശാലും അന്വേഷിക്കില്ല എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാട് സ്വീകാര്യമല്ല. എന്നിട്ട് ഈ വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ എന്തിനാണ് മെയിലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? സ്ത്രീപീഡന കേസുകൾ അന്വേഷിച്ച സമയത്ത് ഗുരുതരമായ ആരോപണം കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർ കൂടി ഈ അന്വേഷണ കേസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് സർക്കാരിന്റെ കയ്യിലിരിപ്പ്? നാണമുണ്ടോ അവർക്ക്? ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഈ പ്രതികളാകേണ്ട ആളുകൾ, നിയമത്തിന്റെ മുന്നിൽ വരേണ്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി എന്തു വില കൊടുത്ത് സർക്കാർ ശ്രമിക്കുകയാണ്.